ആർലേക്കർ കേരളത്തിലേക്ക് വരുന്നത് ആരിഫ് ഖാനേക്കാളും വലിയ കളികൾ കളിക്കാനാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഏറ്റവും കുപ്രസിദ്ധനായ ഗവർണർ എന്ന നിലയിൽ പ്രവർത്തിച്ച ആൾ. അദ്ദേഹം പടിയിറങ്ങി. അദ്ദേഹം പോകുന്നത് ബീഹാറിലേക്കാണ്. ബീഹാർ ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ കേരളത്തിലേക്ക് വരുന്നു. RSSകാരനാണ്, കടുത്ത RSSകാരനാണ്, BJPയുടെ മുതിർന്ന നേതാവാണ്. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ പല പാർട്ടികളിൽ മാറി 8-10 പാർട്ടികളിൽ മാറി അവസാനം BJPയിൽ എത്തിയ ആളാണ്. വലിയ സോഷ്യലിസ്റ്റ് ആയിരുന്നു അദ്ദേഹം ആദ്യകാലത്ത്. പിന്നീട് ഏറ്റവും വലിയ RSSന്റെ വക്താവായി മാറിയത് നാം കണ്ടു. എന്നാൽ വരുന്നത് ജനനം തൊട്ട് തന്നെ, ജനിച്ച കാലം മുതൽ തന്നെ, ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ RSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണ്. RSSന്റെയും BJPയുടെയും മുതിർന്ന നേതാവാണ്. ഇതിൽ ആരായിരിക്കും മെച്ചം? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുതിർന്ന RSS നേതാവിനെ കേരളത്തിലെ ഗവർണറായി കൊണ്ടുവരുന്നത്? അങ്ങനെ കൊണ്ടുവരുന്നതിൽ BJPക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ? രാഷ്ട്രീയമില്ല എന്ന് പറയാൻ യാതൊരു കാരണവശാലും കഴിയില്ല. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആർലേക്കറെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഗോവക്കാരനാണ്, ഗോവയിലെ സ്പീക്കറായിരുന്നു, ഗോവയിൽ മന്ത്രിയായിരുന്നു, മന്ത്രിസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രിയായി പരിഗണിച്ച ആളാണ്. അവിടെ നിന്നാണ് അദ്ദേഹം ബീഹാർ ഗവർണറായി പോകുന്നത്. അങ്ങനെയുള്ള ഒരു നേതാവ് എന്ന് വെച്ചാൽ ഗോവ ഒരു പ്രത്യേക പരീക്ഷണശാലയായിരുന്നു BJPയെ സംബന്ധിച്ച്. ക്രൈസ്തവ മതവിശ്വാസികൾ കൂടുതലുള്ള സ്ഥലം. അവിടെ BJP ജയിച്ചു വരുന്നു. എന്തുകൊണ്ട് അതിന് കഴിഞ്ഞു? എന്താണ് അതിൻ്റെ കാരണം? അത് കൃത്യമായി അറിയുന്ന ആളാണ് ആർലേക്കർ. കാരണം ഗോവയിൽ ജനിച്ചു വളർന്ന രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന് അറിയാം ഗോവയുടെ മണ്ണിൻ്റെ സ്വഭാവം, ഗോവയിലെ ജനങ്ങളുടെ സ്വഭാവം. ക്രൈസ്തവ മതവിശ്വാസികളുടെ വോട്ടില്ലാതെ BJPക്ക് ഗോവയിൽ ജയിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് ക്രൈസ്തവ മതവിശ്വാസികൾ BJPക്ക് വോട്ട് ചെയ്തു? കാരണം ക്രൈസ്തവ സഭയ്ക്ക് എതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന ആക്രമണമുണ്ട്, വിശ്വാസികൾക്കെതിരെ നടക്കുന്ന ആക്രമണമുണ്ട്, പ്രത്യേകിച്ച് മണിപ്പൂരിൽ. അതെല്ലാം നാം കാണുന്നുണ്ട്. അപ്പോഴും ഗോവയിലെ ക്രൈസ്തവ മതസമൂഹം എന്തുകൊണ്ട് BJPയോടൊപ്പം നിന്നു? ഇതിനുള്ള ഉത്തരമാണ് ആർലേക്കറിന്റെ കേരളത്തിലേക്കുള്ള വരവ്. കാരണം ആർലേക്കർക്ക് ഗോവയിലെ ക്രൈസ്തവ സമൂഹത്തെ നന്നായി അറിയാം, അവരുടെ മനസ്സും അറിയാം, അവരെ എങ്ങനെയാണ് BJPയിലേക്ക് എത്തിച്ചത് എന്നും അറിയാം. BJPയെ പിന്തുണക്കുന്ന അവസ്ഥയിലേക്ക് അവർ മാറിയത് എങ്ങനെയാണ്, ക്രൈസ്തവ സമൂഹം, ഗോവയിലെ ക്രൈസ്തവ സമൂഹം മാറിയത് എങ്ങനെയാണ് എന്ന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ BJPയിലേക്ക് അടുപ്പിക്കുക. ഇപ്പോൾ തന്നെ അത്തരം ഒരു വലിയ വിഭാഗം ക്രൈസ്തവ സമൂഹത്തിലുണ്ട്. കാസ എന്ന് പറയുന്ന സംഘടന തന്നെയുണ്ട് BJPയെ അനുകൂലിക്കുന്ന, തികഞ്ഞ ഇസ്ലാം വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരു വിഭാഗം, തീവ്ര സ്വഭാവമുള്ള വിഭാഗം ക്രൈസ്തവ സമൂഹത്തിനകത്തുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് ക്രൈസ്തവ മതസമൂഹത്തിന്റെ, ക്രൈസ്തവ വിശ്വാസികളുടെ വോട്ട് ലഭിച്ചിട്ടുണ്ട്. അത് ചെറിയ വോട്ടൊന്നല്ല, വലിയ വോട്ട് ലഭിച്ചിട്ടുണ്ട്. പരമ്പരാഗതമായി കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന ക്രൈസ്തവ വോട്ടുകൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി മറിഞ്ഞു. എന്തുകൊണ്ട്? 80,000-ഓളം വോട്ടാണ് കോൺഗ്രസിന് അവിടെ കുറഞ്ഞത്. LDFന് 16,000-ഓളം വോട്ട് വർദ്ധിച്ചതേയുള്ളൂ. എന്ന് വെച്ചാൽ LDFന് വോട്ട് കൂടിയിരുന്നു തൃശ്ശൂരിൽ, കോൺഗ്രസിന് വോട്ട് കുറഞ്ഞു 80,000-ഓളം. ഏകദേശം അത്ര തന്നെ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തു. ഇത് നഗരത്തിൽ പരമ്പരാഗതമായി കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ക്രൈസ്തവ സമൂഹത്തിൽ വന്ന മാറ്റത്തിന്റെ സൂചനയാണ്. എന്തുകൊണ്ട് അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിക്കൂടാ? എന്തുകൊണ്ടാണ് ഗോവയിൽ ക്രൈസ്തവ സമൂഹം BJPക്ക് അനുകൂലമായി ചിന്തിച്ചത്? അതുപോലെ കേരളത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ? ഇത് എങ്ങനെ നടത്തണം, എങ്ങനെ ഇത് പ്രായോഗികമായി കൊണ്ടുവരണം, അതിൻ്റെ നിർവഹണം എങ്ങനെ നടത്തണം, അതാണ് ആർലേക്കറിലൂടെ BJP ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം സർവകലാശാലകൾ BJPയുടെ പ്രധാനപ്പെട്ട കണ്ണ് അവിടെയുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാനിലൂടെ അത് ഒരു പരിധിവരെ അവർ നടത്താൻ ശ്രമിച്ചതാണ്. ശക്തമായ എതിർപ്പ് വിദ്യാർത്ഥികളിൽ നിന്ന്, അധ്യാപകരിൽ നിന്ന്, ജീവനക്കാരിൽ നിന്ന് ഉണ്ടായതുകൊണ്ട് പൂർണ്ണമായി നടപ്പാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അത് തുടരുകയാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇനി കൂടുതൽ ശക്തമായി നടക്കുമോ? നടക്കും. അതാണ് ആർലേക്കറുടെ ചരിത്രം. ബീഹാറിൽ അദ്ദേഹം യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ്, സെനറ്റ് യോഗങ്ങളിൽ നേരിട്ട് പങ്കെടുത്ത് അധ്യക്ഷത വഹിച്ചു. സർവകലാശാലയുടെ കണക്ക് ഓഡിറ്റ് ചെയ്യാൻ പ്രത്യേക ഓഡിറ്റിംഗ് സമിതിയെ നിശ്ചയിച്ചു.
അങ്ങനെ സർവകലാശാലകളെ പൂർണ്ണമായും ഗവർണർ ചാൻസലർ എന്ന നിലയിൽ കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. BJPയുടെയും സംഘപരിവാറിൻ്റെയും അജണ്ടകൾ വളരെ കൃത്യമായി നടപ്പാക്കാനും കഴിഞ്ഞു ബീഹാറിൽ അവിടുത്തെ ഗവർണറായിരുന്ന ആർലേക്കർക്ക്. അതേ ആർലേക്കറാണ് ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്നത്. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അതേ വഴി തന്നെ കേരളത്തിലും മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ സംശയമേയില്ല. ആരിഫ് ഖാൻ എവിടെയാണോ അവസാനിപ്പിച്ചത് അവിടെ നിന്ന് തുടങ്ങും കൂടുതൽ ശക്തമായി എന്നാണ് BJP നേതാക്കൾ പറയുന്നത്. സർവകലാശാലകൾ വിട്ടുകൊടുക്കാൻ തയ്യാറേ അല്ല. സർവകലാശാലകൾ BJP കൈപ്പിടിയിൽ ഒതുക്കും. സർവകലാശാലയുടെ സിലബസിൽ RSSന്റെ അജണ്ട വരും, നടത്തും. ഇത് കേരളത്തിലെ BJPയുടെ മാത്രം ലക്ഷ്യമല്ല, ദേശീയ BJPയുടെ ലക്ഷ്യമാണ്. വിദ്യാർത്ഥികളിലൂടെയാണ് സംഘപരിവാർ ഏറ്റവും കൂടുതൽ വിഷമിറക്കാൻ ശ്രമിക്കുന്നത്. അതിനുള്ള വഴി സർവകലാശാലകളാണ്, അതിനുള്ള വഴി സ്കൂളുകളാണ്. സ്കൂളുകളിലേക്ക് അവർ ഇറങ്ങിയിരുന്നു. കേരളത്തിലെ ഒരു ബ്ലോക്കിലെ ഒരു സ്കൂൾ കേന്ദ്ര സർക്കാർ ദത്തെടുക്കുന്നു, അവിടെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങനെ വന്നാൽ എന്തുകൊണ്ട് എൻ്റെ സ്കൂളും എന്ന ചോദ്യം ഉയരുകയും അവിടുത്തെ സിലബസ് കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒരു പദ്ധതി ഇട്ടിരുന്നു കേന്ദ്ര സർക്കാർ. പക്ഷേ കേരളം അതിന് വഴങ്ങിയിട്ടില്ല. എന്തുകൊണ്ടാണ് സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും BJP കണ്ണുവെക്കുന്നത്? അവിടെ നിന്നാണ് അവർക്ക് തുടങ്ങേണ്ടത്, അവിടെ നിന്നാണ് പുതിയ തലമുറ വരുന്നത്. അവരിലേക്ക് RSSന്റെ അജണ്ട, RSSന്റെ നയങ്ങൾ അവരിലേക്ക് എത്തിക്കണം, അവരിലൂടെ അത് വ്യാപിപ്പിക്കണം. അതാണ് BJPയുടെ ലക്ഷ്യം. അത് കൂടുതൽ ശക്തമായി കേരളത്തിൽ നടക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല. ആർലേക്കർ എന്ന് പറയുന്ന RSSന്റെ BJPയുടെ നേതാവ് കേരളത്തിലേക്ക് ഗവർണറായി വരുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തിലൂടെയാണ്. അത് BJP നേതാക്കൾക്കറിയാം. അത് കൃത്യമായും കേരളത്തിലെ ഇതര രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ മനസ്സിലാക്കിയാൽ നന്ന്. കേരളത്തിൽ ആരിഫ് ഖാൻ നടപ്പാക്കിയ നയങ്ങളുണ്ട് സർവകലാശാലകളിൽ. അതിനോടൊപ്പമായിരുന്നു UDF, അതിനോടൊപ്പമായിരുന്നു മുസ്ലിം ലീഗ് പോലും. കാലിക്കറ്റ് സർവകലാശാലയിൽ BJPയും മുസ്ലിം ലീഗും കോൺഗ്രസും ഒന്നിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ നീക്കുന്നത്. അവിടെ സിൻഡിക്കേറ്റിനെതിരെ നീക്കങ്ങൾ നടത്തുന്നത് BJP സിൻഡിക്കേറ്റ് അംഗങ്ങളും ലീഗ് സിൻഡിക്കേറ്റ് അംഗങ്ങളും ചേർന്നാണ്. ലീഗ് നേതാക്കൾ അതിന് മറുപടി പറഞ്ഞിരുന്നു. എന്താണ്? ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഗവർണർ നൽകിയത് എന്ന്. ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങളിൽ കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, ലീഗുണ്ട്. ആരാണ് യഥാർത്ഥ ശത്രു? ഇവിടെ മൂന്നുപേരുടെയും യഥാർത്ഥ ശത്രു ആരാണ്? CPM ആണ്. പക്ഷേ CPM നാളെ അധികാരത്തിൽ നിന്ന് മാറുകയോ കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരികയോ ചെയ്താൽ BJP കോൺഗ്രസിനോട് അനുകൂല സമീപനം സ്വീകരിക്കുമോ? എന്തായിരിക്കും സമീപനം? എലിയെ കൊല്ലാൻ ഇല്ലം ചുട്ടു എന്ന് പറയാറില്ലേ? അതുപോലെയാണ് ഇപ്പോഴത്തെ കേരളത്തിലെ UDFന്റെ നീക്കങ്ങൾ. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ആർലേക്കർ കേരളത്തിലേക്ക് വരുന്നത് ആരിഫ് ഖാനേക്കാളും വലിയ കളികൾ കളിക്കാനാണ്. നേരത്തെ കണ്ട് ഒറ്റക്കെട്ടായി കേരളം അതിനെ ചെറുത്തില്ലെങ്കിൽ ഇന്ന് LDFനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങളായിരിക്കും അവർ നടത്തുക. മാറി നിന്ന് UDF നേതാക്കൾ കൈയടിച്ചാൽ നാളെ നിങ്ങൾക്ക് നേരെയും അത് വരും. ഭസ്മാസുരന് വരം കിട്ടിയതുപോലെ അത് നിങ്ങളെയും തേടി വരും എന്ന കാര്യത്തിൽ സംശയമേയില്ല. ഒന്നിച്ചു നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഒന്നിച്ചു നിന്ന് BJPയുടെ കാവ്യവൽക്കരണത്തെ തടയാൻ കഴിയുമോ? ഇതാണ് ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം. രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, വോട്ട് രാഷ്ട്രീയം മാറ്റിവെക്കാം. പക്ഷെ സർവകലാശാലകൾ ഒരിക്കലും RSSന്റെ കയ്യിലേക്ക് പോകരുത്. അതിൻ്റെ ജാഗ്രത കേരളം കാട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.